ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നത്തെ സിമ്പിൾ ആൻഡ് സ്പെഷ്യൽ ലഞ്ചാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്കൊന്ന് കാണാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഒരു നോർമൽ ഡേ. ഇന്ന് നമുക്കൊരു സിമ്പിൾ ലഞ്ച് ഉണ്ടാക്കിയാലോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തെരണ്ടി വറുത്തരച്ച കറിയും തെരണ്ടി ഫ്രൈയും പിന്നെ കുറച്ച് വെണ്ട ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെണ്ടേൻ്റെ ഒരു ഉപ്പേരിയും നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും തോരൻ എന്നൊക്കെ ആയിരിക്കും പറയുക, ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഉപ്പേരി എന്നാണ് പറയുക. അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ നല്ല ഫ്രഷ് തെരണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. വി ആർ നോട്ട് എ തെരണ്ടി ലവേഴ്സ്, ബട്ട് കണ്ടപ്പോൾ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ എന്ന് തോന്നി, അങ്ങനെ വാങ്ങി. പലരും പല രീതിയിലായിരിക്കും തെരണ്ടി കറി ഉണ്ടാക്കുന്നത്, ബട്ട് ദിസ് ഈസ് മൈ സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നു, അതിലേക്ക് ഗ്രീൻ ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്ത് അതിലേക്ക് ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ ഇട്ടിരിക്കുന്ന 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്കിപ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് ഹാഫ് ബോയിൽ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രഷ് തെരണ്ടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന തെരണ്ടിയാണ്. തെരണ്ടിയും കൂടി ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് നമുക്ക് പൊരിക്കാൻ പറ്റിയ ടൈപ്പ് തെരണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തെരണ്ടി കറി അവിടെ റെഡിയാവുന്ന ടൈമിൽ നമുക്കവിടെ ഫ്രൈ ചെയ്യാൻ വെക്കാം. എപ്പോഴും നമ്മൾ ലഞ്ചിൽ മിനിമം ഒരു വെജിറ്റബിളെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടായിരുന്ന വെണ്ട ഒരു ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. വെന്ത് വന്ന തെരണ്ടിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട്, ഞാൻ വറുത്തരച്ചതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. തേങ്ങ വറുത്ത് അതിൻ്റെ ഒരു ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് അത് ചൂട് പോയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചതിന് ശേഷം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അതൊന്ന് തിളച്ച് വറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറവിടാം. ഞാൻ വറവിട്ടിരിക്കുന്നത് കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നല്ല മട്ടയരി ചോറും വെണ്ടയ്ക്ക ഉപ്പേരിയും പിന്നെ തെരണ്ടി ഫ്രൈയും നല്ല വറുത്തരച്ച തെരണ്ടി കറിയും. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.